പ്രിയപ്പെട്ടവരെ, നമ്മിൽ ഭൂരിഭാഗം ആളുകളുടെയും വലിയൊരു വിഷമമാണ് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല. വെറുതെയല്ല നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കിട്ടാത്തത്, അള്ളാഹ് എന്നുള്ള ചിന്ത നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു 4 കാര്യങ്ങൾ നിസ്കാരത്തിന് മുമ്പ് നമ്മളൊന്ന് പരിഗണിച്ചു കൊടുത്താൽ, അതിൽ ചെറിയ 2 സൂറത്ത് പാരായണം ചെയ്യാനുണ്ട്, ഒരു ദുആ നിസ്കാരത്തിന് മുമ്പ് ചൊല്ലാനുണ്ട്. ഇതങ്ങോട്ട് പരിഗണിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാഹ് നിസ്കാരത്തിൻ്റെ തക്ബീർ മുതൽ സലാം വീട്ടൽ വരെ അള്ളാഹ് എന്നുള്ള ശ്രദ്ധയിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകം ഓതേണ്ട സൂറത്ത് എന്താണ്, ചെയ്യേണ്ട കൊച്ചു ദുആ ഏതാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ഫായിസീന ബിറിദ്വാനില്ലാഹി മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാറെ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവർ, ദുആ ചെയ്യാൻ പറയുന്നവർ, ഖൽബ് നിറച്ച് പരിപാടിക്ക് വേണ്ടി, ഈ പ്രവർത്തകർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നവർ, എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, കടങ്ങളെല്ലാം മാറ്റി അല്ലാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. അല്ലാഹു നമുക്ക് അവൻ്റെ ത്വാഅത്തിൽ ദീർഘായുസ് ആഫിയത്തോടെ അല്ലാഹു ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം എക്കാലത്തുമുള്ള ഒരു മനസ്സിൻ്റെ വലിയൊരു വിഷമം, പ്രത്യേകിച്ച് ഈമാനുള്ള സഹോദര സഹോദരിമാരുടെ മനസ്സിൻ്റെ വല്ലാത്തൊരു പ്രയാസം, അള്ളാഹുവിൻ്റെ മുന്നിൽ നാം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമൽ നിസ്കാരമാണ്. ആ നിസ്കാരം യഥാർത്ഥത്തിൽ ഒരു ഫലവത്താകുന്നതും, നിസ്കാരം യഥാർത്ഥത്തിൽ കൂലി കിട്ടുന്ന ഒരു അമലാകുന്നതും നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെയാണല്ലോ, നിസ്കാരം സ്വഹീഹാകാനുള്ള നിബന്ധനകളുണ്ട്, നിസ്കാരം കബൂലാകാനുള്ള നിബന്ധനയുണ്ട്. നിസ്കാരം സ്വഹീഹാകാനുള്ള നിബന്ധനയാണ് വുളു ഉണ്ടാകണം, ഔറത്ത് മറക്കണം, ഖിബ്ലക്ക് മുന്നിടണം. ഇതൊക്കെ നമുക്കറിയാം. ഇതൊന്നുമില്ലെങ്കിൽ നിസ്കാരം എന്താകില്ല, സ്വഹീഹാകില്ല, നിസ്കാരം ബാത്തിലായി പോകും. എന്നാൽ നിസ്കാരം കബൂലാകാനുള്ള നിബന്ധനയുണ്ട് എന്ന് പറഞ്ഞാൽ, നിസ്കാരം നിസ്കാരമായിട്ടുണ്ട്, പക്ഷെ അതിന് കൂലി അല്ലാഹു തരുമോ ഇല്ലയോ, കൂലി കിട്ടുന്ന നിസ്കാരമായിട്ടുണ്ടോ, അതാണ് കബൂലാകാനുള്ള നിബന്ധന. കബൂലായാലേ കൂലി കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായും കബൂലാകാനുള്ള നിബന്ധനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ നിബന്ധന, നിസ്കാരത്തിൽ എത്ര ശതമാനത്തോളം അള്ളാഹ് എന്ന ചിന്തയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. തക്ബീർ ചൊല്ലി കൈകെട്ടി ഒരല്പനേരം അള്ളാഹ് എന്നുള്ള ചിന്ത ഉണ്ടായി, കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്ത കാട് കയറി അങ്ങനെ ടൂറ് പോയി. എന്നാൽ അത്രയും നിസ്കാരമേ കബൂലായിട്ടുള്ളൂ, അത്രയും കൂലി കിട്ടുള്ളൂ, ബാക്കിയുള്ളത് കൂലിയില്ല. അള്ളാഹു നമ്മളെക്കാക്കട്ടെ. അപ്പം നിസ്കാരം ഉടനീളം തക്ബീർ മുതൽ സലാം വീട്ടുന്നത് വരെ അള്ളാഹ് എന്ന ചിന്തയിൽ നിലനിൽക്കുമ്പോഴാണ് നിസ്കാരം നമുക്ക് ഫലവത്താകുന്നത്, കൂലി കിട്ടുന്ന അമലാകുന്നത്. അല്ലെങ്കിൽ കൂലി ഉണ്ടാകില്ല. അതൊരു വലിയ വിഷയമാണ്. ഇത് സാധാരണ നമ്മുടെ കൽബിൽ വല്ലാത്ത അലട്ടുന്ന വിഷയമാണ്. പടച്ചോനെ, ഞാൻ നിസ്കരിച്ചു, ഇത്രകാലം നിസ്കരിച്ചു, 50 കൊല്ലം നിസ്കരിച്ചു. പലരും പറഞ്ഞു, ഉസ്താദേ 70 കൊല്ലമായി നിസ്കരിക്കുന്നു, അള്ളാഹ് എന്നുള്ള ചിന്ത നിലനിർത്താൻ കഴിയുന്നില്ല, മറ്റു ചിന്തകൾ കയറി വരികയാണ് എന്നൊക്കെ പറഞ്ഞു പലരും പ്രയാസം പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് മനസ്സുവെച്ചാൽ, ചില്ലറ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ നിസ്കാരത്തിൽ അള്ളാഹ് എന്ന ചിന്തയിൽ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു ഭാഗ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു നൽകും. അതിനെന്താ വേണ്ടത്? 1-2 കാര്യങ്ങൾ നമ്മളൊന്ന് പരിഗണിച്ചാൽ മതി. പ്രത്യേകിച്ച് ഒരു 2 സൂറത്ത് നിസ്കാരത്തിന് മുമ്പ് നമ്മൾ പാരായണം ചെയ്യണം. അതുമാത്രമല്ല, ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ദുആയുണ്ട്. ആ ദുആ കൂടെ നമ്മൾ നിസ്കാരത്തിൻ്റെ മുമ്പിൽ ചെയ്താൽ തീർച്ചയായും ആ നിസ്കാരത്തിൽ പൈശാചികമായ മറ്റു ചിന്തകളിലേക്ക് പോകില്ല, പിശാച് നിസ്കാരത്തിൽ ഇടപെടില്ല. അതുമാത്രമല്ല, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി 3 കാര്യങ്ങൾ നമ്മളൊന്ന് പരിഗണിച്ചു കൊടുക്കണം. ഒന്നെന്താ? നിസ്കാരത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്ന 1-ാം ഭാഗം വുളു ചെയ്യലാണ്. ആ വുളുയിൽ ചില കാര്യങ്ങളൊന്ന് പരിഗണിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നിസ്കാരത്തിന് തൊട്ടു മുമ്പായി 2 സൂറത്തുകൾ പാരായണം ചെയ്യണം. മഹാന്മാർ പറയുന്നുണ്ട്, അതൊന്ന് പരിഗണിച്ചു കൊടുക്കണം. ഒരു ചെറിയ ദുആ കൂടെ ഉണ്ട്. ഇത് 3ഉം കൂടെ കൃത്യമായാൽ അൽഹംദുലില്ലാഹ് നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹ് എന്ന ചിന്ത കയറി വരും. ഇനി ഇടയിൽ പിശാച് മറ്റു ചിന്തകൾ കൊണ്ടുവന്നാൽ പോലും പെട്ടെന്ന് നമുക്ക് ബോധ്യം വന്ന് നമ്മൾ നിസ്കാരത്തിലേക്ക് ചിന്ത മടക്കാൻ പറ്റും. അള്ളാഹിൻ്റെ വലിയ സഹായം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിൽ അള്ളാഹ് എന്നുള്ള ചിന്ത നമ്മുടെ കൽബിൽ വരണമെങ്കിൽ, ശ്രദ്ധ കിട്ടണമെങ്കിൽ, ഒന്നാമതായി പരിഗണിക്കേണ്ടത് വാങ്കാണ്.
നിസ്കാരത്തിന് വേണ്ടി കൊടുക്കുന്ന വാങ്ക്. ആ വാങ്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുക്കുകയാണെങ്കിലും വേറെ കൊടുക്കുന്നത് പള്ളിയിൽ നിന്നോ മറ്റോ കേട്ടാൽ പോലും നിസ്കാരത്തിന് വാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ കൃത്യമായി അതിന് ഇജാബത്ത് കൊടുക്കണം. അതായത് മുഅദ്ദിൻ പറയുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, നമ്മളത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറയണം. വാങ്കിൻ്റെ എല്ലാ സുന്നത്തുകളും പാലിക്കണം. ശേഷമുള്ള ദുആകൾ നമ്മൾ പരിഗണിക്കണം. അതിനുശേഷം ആയത്ത് കുർസി പാരായണം ചെയ്യൽ അതും പ്രത്യേകം സുന്നത്താണ്, അതൊക്കെ പരിഗണിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ വാങ്കിനെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. വാങ്കിനെ ശ്രദ്ധിക്കാതിരിക്കുക, വാങ്ക് കൊടുക്കുമ്പോൾ മറ്റ് സംസാരങ്ങളാകുക, വാങ്ങിന് ഇജാബത്ത് കൊടുക്കാതെ മറ്റു അശ്രദ്ധയിൽ പോവുക, തീർച്ചയായും ആ നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. എഴുതി വെച്ചോളൂ നിങ്ങൾ. എന്നാൽ വാങ്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് ഇജാബത്ത് കൊടുത്ത് അതിനെ ബഹുമാനിച്ച് പരിഗണിച്ചാൽ ആ നിസ്കാരത്തിന് ഉറപ്പായും ഖുശൂ ഉണ്ടാകും. അതിൽ ശ്രദ്ധ മാറിപ്പോകില്ല, അള്ളാഹ് എന്നുള്ള ശ്രദ്ധ ഉണ്ടാകും. വലിയ ഗൗരവം കൊടുക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പറയാം. അപ്പോൾ വാങ്കിൻ്റെ കാര്യം ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖല ഉളൂഇൻ്റെ മേഖലയാണ്. ഉളൂഉ മിഫ്താഹു സ്വലാത്താണ്, നിസ്കാരത്തിൻ്റെ ചാവിയാണ് ഉളൂ. ഉളൂ കൊണ്ടാണ് നിസ്കാരം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഉളൂ ഇല്ലാതെ നിസ്കാരം പറ്റില്ല, ഫറലാണല്ലോ. അപ്പോൾ ഉളൂ ചെയ്യുമ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാ സുന്നത്തും, നമ്മൾ കുഞ്ഞുനാളെ മദ്രസയിൽ പഠിച്ച സുന്നത്തുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അറിയാവുന്ന ഓർമ്മയിലുള്ള സുന്നത്തുകൾ പലപ്പോഴും നമ്മൾ അശ്രദ്ധമായിട്ട് അല്ലെങ്കിൽ തിരക്ക് കാണിച്ചുകൊണ്ട് ആ സുന്നത്തുകളൊക്കെ അവോയ്ഡ് ചെയ്ത് കളയും. തീർച്ചയായും ഉണ്ടാകുന്ന എന്താണെന്നറിയോ, നമ്മുടെ നിസ്കാരം കബൂലാന്നവരുടെ നിബന്ധന നഷ്ടപ്പെട്ടു പോകും. ശ്രദ്ധ ഉണ്ടാവില്ല, അള്ളാഹ് എന്നുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകും. ആ നഷ്ടപ്പെട്ടു പോകും, നിസ്കാരം കബൂലാകില്ല, ഭീമമായ നഷ്ടം ഉണ്ടാകും. അങ്ങനെ കബൂലാകാതെയുള്ള നിസ്കാരം യഥാർത്ഥത്തിൽ സമയം നഷ്ടപ്പെടൽ തന്നെയാണ്, അള്ളാഹുവിൻ്റെ മുന്നിൽ കൂലിയില്ല. അപ്പോൾ ആ വലിയ പ്രയാസത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം ഉളൂഇൻ്റെ ഭാഗമാണ്. നമുക്കറിയാലോ, ഉളൂഇന് നമ്മൾ നിയ്യത്ത് വെക്കണം, ഉളൂ കൃത്യമായി നമ്മൾ പരിഗണിക്കണം, അവയവങ്ങളൊക്കെ നന്നായിട്ട് നനയണം, കഴുകണം, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ചില സുന്നത്തുകൾ പലപ്പോഴും നമ്മൾ പരിഗണിക്കാതെ പോകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സുന്നത്ത് പ്രിയപ്പെട്ടവരെ, ഉളൂ ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ, ഉളൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഖിബലയിലേക്ക് മുന്നിടുക എന്ന് പറയുന്നത് ഒരു പ്രഗത്ഭമായ സുന്നത്താണ്, ഉളൂഇൻ്റെ സുന്നത്താണ്. ഒരുപക്ഷെ നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലേക്ക് ഉളൂ കൊടുക്കുമ്പോൾ ടാപ്പ് ഏത് ഭാഗത്തേക്കാണുള്ളത്, നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും. നമ്മൾ ഖിബലയുടെ ഭാഗം വിട്ടിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ടാപ്പ് ഏത് ഭാഗത്തേക്കായിക്കോട്ടെ, നമ്മൾ ഖിബലയുടെ ഭാഗത്തേക്ക്, സാധാരണ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന കൃത്യ പടിഞ്ഞാറോട്ടല്ല, ഒരല്പം വലത്തോട്ട് ചെരിയല്ലോ, ആ ഒരു ഖിബലയിലേക്ക് നമ്മൾ മുന്നിട്ടുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഉളൂ ചെയ്യേണ്ടത്. ആ നൃത്തമൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ ഉളൂ എടുക്കാൻ പറ്റിയ ടാപ്പുകൾ നമ്മൾ പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് ആ ഒരു സുന്നത്തിനെ കൃത്യമാക്കുക. എന്താ ഗുണമെന്നറിയോ, പരിശുദ്ധമായ കഅബ മന്ദിരത്തിൻ്റെ ഭാഗത്തേക്ക് ഒരാൾ ഉളൂഇൽ തിരിഞ്ഞു നിന്നാൽ 5 പർവ്വതങ്ങളുടെ കല്ലുകൾ കൊണ്ടുവന്നാണ് വിശുദ്ധമായ കഅബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. 5 പർവ്വതങ്ങളിലെ. അപ്പോൾ ഈ 5 പർവ്വതങ്ങളും അതിലേക്ക് തിരിഞ്ഞൊരാൾ ഉളൂ എടുത്താൽ തീർച്ചയായും ഇയാൾക്ക് വേണ്ടി ഷാഹിദാകും, അള്ളാഹുവിൻ്റെ കോടതിയിൽ ശുപാർശ പറയും, അല്ലെങ്കിൽ സാക്ഷി പറയാൻ വേണ്ടി വരുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇപ്പം എത്ര കൂലിയാണ് കിട്ടിയത്, ഒന്നും നഷ്ടമായിട്ടില്ല. ഒരു ഉളൂവിന് പകരം 2 ഉളൂ എടുക്കേണ്ടി വന്നോ? ഇല്ല, ഒറ്റ ഉളൂ തന്നെ എടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ നിൽക്കുന്ന ദിശ ഖിബലയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഖൈറായ ഒരു നന്മ കൂടെ ഇതിനകത്ത് കിട്ടും, ഒരു സുന്നത്തും നമുക്ക് ഹയാത്താക്കാൻ പറ്റി. പിന്നെ ഉളൂയിൽ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് ഉളൂ ചെയ്യുമ്പോൾ ഇരിക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും ഉളൂ ചെയ്യുമ്പോൾ ഇരിക്കുക എന്ന് പറയുന്ന സുന്നത്ത് ഇന്ന് ആധുനിക സംസ്കാരത്തിൽ നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മുടെ പഴയകാലത്തെ പള്ളികളിലൊക്കെ ഹൗലുങ്കരയൊക്കെ നോക്കിയാൽ നമ്മുടെ ഓർമ്മയിലൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാമല്ലോ. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ അപൂർവമായി, അതായത് പള്ളി പുതുക്കി പണിയാത്ത സ്ഥലങ്ങളിൽ മാത്രം അതിങ്ങനെ ഒരു പുരാവസ്തു പോലെ നിൽക്കുന്നുണ്ട്. ഹൗദിൻ്റെ ചുറ്റും ഒരു കല്ല് ഇങ്ങനെ വച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ മാർബിളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാകും, ചിലപ്പോൾ സ്റ്റീൽ പ്ലേറ്റുകൾ കമിഴ്ത്തി വെച്ചിട്ട് ഇരിക്കാൻ ഭാഗത്തിന് ടാപ്പിൻ്റെ തൊട്ട് ചാരെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ, അത് ഏറ്റവും ഉദാത്തമായൊരു സംസ്കാരമാണ്, അത് സുന്നത്തിനെ ഹയാത്താക്കുന്ന സംസ്കാരമാണ്. അതൊക്കെ നഷ്ടപ്പെട്ടു ഇന്ന് സൗകര്യത്തിന് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവർ, അതൊക്കെ ഉണ്ടാകണം. പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാരൊക്കെ വീട്ടിൽ ഒതു കൊടുക്കുന്നത് എങ്ങനെയാണ്, കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്നു അല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു, താഴെ ഇരുന്നിട്ടാണ് ഒതു കൊടുക്കുന്നത്. അപ്പോൾ ഇരുന്നു കൊണ്ട് ഒതു എടുക്കാൻ സൗകര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. കഴിയുമെങ്കിൽ പിന്നെ നിവൃത്തിയില്ലാത്ത ഘട്ടമാകുമ്പോഴാണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഒതു എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം തെറിക്കുന്ന പ്രയാസങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. പക്ഷേ
സുന്നത്തിൻ്റെ കൂലി കിട്ടുന്ന പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒതു എടുക്കുമ്പോൾ ഇരിക്കുക എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ പരിഗണിക്കുക. അപ്പോൾ ഒരു സുന്നത്തിനെ കൂടെ നമ്മുടെ ഹയാത്താക്കി ഒതുവിന് 100 മാർക്ക് കിട്ടുന്നതിലേക്ക് വരികയാണ് ഈ കർമ്മങ്ങളിലൂടെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഒതു ചെയ്യുമ്പോൾ അവയവങ്ങൾ കയറ്റി കഴുകുക എന്ന് പറയുന്നത് സുന്നത്താണ്, അത് കൂലി കിട്ടുന്ന അമലാണ്, പ്രത്യേകം പരിഗണിക്കണം. നമ്മൾ ഈ തിരക്കൊക്കെ പഠിച്ചിട്ട് പ്രത്യേകിച്ച് സഹോദരന്മാർ പലരും, ചെറുപ്പക്കാർ, സഹോദരിമാർ പലപ്പോഴും ഇപ്പോൾ ഈ ചുരിദാർ പിന്നെ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ കൈ കുറച്ച് ടൈറ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു ഏകദേശം മുട്ടിൻ്റെ ആ ഒരു പരിസരം വരെ ഇങ്ങനെ വന്ന് നിൽക്കും. അത് അത്യാവശ്യം നമ്മളവിടെ ഇങ്ങനെ പലപ്പോഴും അവിടെ ഫുള്ളായിട്ട് മുട്ടുവരെ പൂർണ്ണമായിട്ട് നനയാതെ പല ഭാഗത്തും ഉണക്ക് നനവേൽക്കാത്ത ഉളുകൾ പ്രിയപ്പെട്ടവരെ ഉണ്ട് പലർക്കും. അത് തീർച്ചയായും ഉളു ബാത്തിലാണ്. അങ്ങനെയുള്ള ഉളു കൊണ്ട് നിസ്കരിക്കൽ ഹറാമാകുന്നു. നിസ്കരിക്കാത്തതിനേക്കാൾ വലിയ കുറ്റത്തിലേക്ക് പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിസ്കാരം ഹറാമാണ്. ഒതു ആയിട്ടില്ലെങ്കിൽ, പൂർണ്ണാകാന്നല്ല, പൂർണ്ണമാകണമെങ്കിൽ സുന്നത്ത് പാലിക്കണം. ഇത് ഫറലാണ്. കഴുകപ്പെടേണ്ട അവയങ്ങൾ വെള്ളമൊലിക്കണം. അവിടെ നനയാതിരിക്കാൻ പാടില്ല, പല ഭാഗത്തും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് കയറ്റിക്കൈകൾ സുന്നത്തായത്. ഒരിക്കലും ഒതു നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകില്ല. മാക്സിമം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കല്യാണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ കുറച്ച് ടൈറ്റ് ഫിറ്റൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുമ്പോഴാണ് അതിൻ്റെ പ്രയാസം. കൈ ഇങ്ങനെ കയറില്ല, അല്ലെങ്കിൽ ഇവിടെ ടൈറ്റാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നേർക്ക് നേരെ ഡയറക്റ്റ് പല ചെറുപ്പക്കാരും ഇത്രയാ കൈ ഇങ്ങനെ മുകളിലേക്ക് കയറുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൈ ഇങ്ങനെ മാക്സിമം കയറ്റിയിട്ട് ഈ ഭാഗം മാത്രം കഴുകിയിട്ട് ഒളു എടുത്ത് പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത്രയേറെ ദയനീയമായിട്ട് വരികയാണ് നമ്മുടെ ഓരോ അമലുകളും. പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കണം, സഹോദരിമാരെ ശ്രദ്ധിക്കണം. അപ്പോൾ മാക്സിമം കയറ്റണം. നമ്മൾ ഒതു എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതിനു വേണ്ടി നമുക്ക് സൗകര്യപ്രദമായ വസ്ത്രങ്ങൾ പരിശോധിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ കാണണം തീർച്ചയായിട്ടും. അപ്പോൾ മാക്സിമം മുട്ടുവരെയാണ് ഫറല്, റുക്കുബത്ത് വരെ. എന്നാൽ മുകളിലേക്ക് കയറ്റും തോറും തോള് വരെ അതിൻ്റെ സുന്നത്തിൻ്റെ ഭാഗമാണ്. എത്ര കയറ്റുന്നത് അത്രയും തിളങ്ങി പ്രകാശിക്കുന്ന ഖുർആൻ മുഹജ്ജലീനായി നാളെ അള്ളാഹുവിൻ്റെ മഹ്ശറിൽ കുറേ ആളുകൾ ഇങ്ങനെ കൈയും കാലും മുഖമൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങും. എന്താ കാരണം എന്നറിയോ? ഭൂമിയിൽ വെച്ചവർ ഫെയർ ലെവലിൽ പറ്റിയത് കൊണ്ടല്ല. അത് പറ്റിയ ആളുകൾ വരെ ഒരു പക്ഷേ അവിടെ കറുത്തിട്ട് നിൽക്കുന്നുണ്ടാകും ഒതു കൃത്യമാകാത്തത് കൊണ്ട്. ഇവിടെ ഒതു കൃത്യമായ ഉമ്മമാർ ഉപ്പമാർ കൈകാൽ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങി പ്രകാശിക്കുന്ന ഏറ്റവും സൗന്ദര്യവതികളായി സൗന്ദര്യവാന്മാരെ അവിടെ നിൽക്കും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എന്താ കാരണം? ഒതുവിൻ്റെ അവയവങ്ങൾ കയറ്റും തോറും അങ്ങനെയാണ്. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനും പെണ്ണിനും മനോഹരമായ സ്വർണത്തിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കൊടുക്കും. ആണിനും കൊടുക്കും, പെണ്ണിനും കൊടുക്കും. ഇവിടെയല്ലേ പുരുഷന്മാർക്ക് സ്വർണം ഹറാം? സഹോദരിമാർ പിന്നെ ഞങ്ങൾക്ക് മാത്രമേ സൗകര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വലിയ വർത്തമാനങ്ങൾ പറയും. പക്ഷേ സ്വർഗത്തിൽ പുരുഷന്മാർക്കും മനോഹരമായ കൈ നിറയെ അല്ലാഹു സ്വർണത്തിൻ്റെ സ്വർഗീയ വളകളാണ് കൊടുക്കുന്നത്. ദുനിയാവിലെ സ്വർണ്ണമല്ല. ആ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഉളൂഇൻ്റെ വെള്ളം എവിടേക്കാണ് തട്ടിയത് അത്രയും സ്വർണ്ണം ഉണ്ടാവും. അപ്പോൾ സ്വർഗത്തിൽ പോലും ബഹുമാനമാണ് ഉളൂഇൻ്റെ അവയവങ്ങൾ കയറ്റാന്ന് പറയുന്നത്. അതിലൂടെ ഒരു സുന്നത്തിന് നമുക്ക് ഹയാത്താക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മുടെ അവയവങ്ങൾ കഴുകുമ്പോൾ, മുഖം കഴുകിയാൽ മാക്സിമം അതിൻ്റെ നിർബന്ധമായ പരിധി വിട്ട് കയറ്റുക. കൈ കഴുകുമ്പോൾ അങ്ങനെയാക്കുക, കാല് കഴുകുമ്പോൾ അങ്ങനെയാക്കുക. അതൊക്കെ പ്രത്യേകം നമ്മൾ പരിഗണിച്ചു കൊടുക്കുക. ഇനി നാലാമത് പ്രത്യേകം പരിഗണിക്കേണ്ട ഉദുവിൻ്റെ സുന്നത്തിൻ്റെ ഒരു ഭാഗമാണ് തല തടവുക. ജസ്റ്റ് തലയുടെ പരിധിയിൽ പെടുന്ന മുടിയുടെ ഭാഗം ഒന്ന് തടവി വിട്ടാൽ എന്തായി? ശാഫിഈ മദ്ഹബിൽ നിർബന്ധമായ ഫർളായ ഉദുവിൻ്റെ ഫർള് വീടി തലയിൽ നിന്ന് അല്പം തടവുക എന്നാണ്. പക്ഷേ കാമിലായ സുന്നത്തിൻ്റെ ഒരു ഭാഗമായിട്ടില്ല. തല മുഴുവൻ തടവുക എന്ന് പറയുന്ന സുന്നത്തിലേക്ക് വരണമെങ്കിൽ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഉദുവിൻ്റെ വെള്ളം കയ്യിൽ നനവ് കൊടുത്തുകൊണ്ട് തല മുഴുവൻ തടവുക. അത് അത്യാവശ്യം ഈരാൻ ഭാഗത്തുള്ള മുടിയുള്ളതാണെങ്കിൽ അത് മുന്നോട്ടും പുറകോട്ടും ഒന്ന് തടവി വിടുക. ഇങ്ങനെ പുറകോട്ട് തടവുക, ഇങ്ങനെ മുന്നോട്ട്, അങ്ങനെ ഇത് ഒരു തവണയാണ്. പുറകോട്ട് പോയി തിരിച്ച് റിട്ടേൺ വരുമ്പോൾ ഒരു തവണ, അങ്ങനെ ഒരു 3 തവണ. അതൊക്കെ ഉദുവിൻ്റെ കാമിലായ കുലി കിട്ടുന്ന സുന്നത്ത് കിട്ടുന്ന ഭാഗമാണ്. ഇതൊക്കെ എന്തിനാണെന്നറിയോ? ഇതൊക്കെ നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരാകാൻ വേണ്ടിയാണ്, നമ്മളെ പ്രയാസപ്പെടുത്താനല്ല. അതൊക്കെ പ്രത്യേകം നമ്മൾ പരിഗണിക്കണം. 5ാമത് പരിഗണിക്കേണ്ട, നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പരിഗണിക്കേണ്ട വുദൂഇലെ പ്രധാനപ്പെട്ട സുന്നത്ത് ദൽഖുൽ ആല സുന്നത്താണ്. അവയവങ്ങൾ തേച്ച് കഴുകുക. തേച്ച് കഴുകുക എന്ന് പറഞ്ഞാൽ ചകിരി സോപ്പൊക്കെ കൊണ്ടൊന്ന് ഉരച്ച് കഴുകുക എന്നല്ല. നമ്മൾ ഏത് അവയവമാണ് കഴുകുന്നത് അവിടെ കൈ കൊണ്ടൊന്ന് മുറൂറാക്കുക, കൈ ഒന്ന് ഓടിച്ചു കൊടുക്കുക. ഇപ്പോൾ കൈയാണ് കഴുകുന്നതെങ്കിൽ മറ്റേ കൈ കൊണ്ട് കഴുകുമ്പോൾ കൈ കൊണ്ട് അതിനൊന്ന് തേച്ച് കൊടുക്കുക.
ഇതന്നെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ പലപ്പോഴും നമ്മൾ ചുമ്മാ വെള്ളം ഇങ്ങനെ മുകളിലൂടെ ഒലിപ്പിക്കുക, അതെല്ലാ ഭാഗത്തും നനഞ്ഞിട്ടെങ്കിൽ ഓക്കെ ആയി, പക്ഷേ ഈ സുന്നത്ത് നഷ്ടപ്പെടും. ദൽഖുൽ അല എന്ന് പറയുന്ന കൈകൊണ്ട് ഒടിച്ചു കഴുകുക എന്ന് പറയുന്ന സുന്നത്ത് നഷ്ടപ്പെടും. അപ്പോൾ അതുകൂടെ ഒന്ന് പരിഗണിച്ചു കൊടുക്കുക. പല ആളുകളും കാല് കഴുകുമ്പോൾ, പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നതാണ്, ഞാൻ സ്ഥിരമായി കാണുന്നതാണല്ലോ പറയാൻ പറ്റുള്ളൂ, ടാപ്പ് ഇങ്ങനെ തുറന്നിട്ട് കാല് ഇങ്ങനെ എല്ലാ ഭാഗവും നനഞ്ഞ് വെള്ളം ഒലിച്ചാൽ ഓക്കെ, ഫർള് വീടി. പക്ഷേ കൈകൊണ്ട് കഴുകുക എന്ന് പറയുന്ന ആ ദൽഖുൽ അല അവിടെ നഷ്ടപ്പെടുകയാണ്, ആ സുന്നത്ത് നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യുക? ഇടത് കൈകൊണ്ട് വലത് കാൽ കഴുകുകയാണെങ്കിലും വലത് കൈ കൊണ്ടല്ല, ഇടത് കൈ കൊണ്ട്, ഇടത് കാൽ കഴുകിയാലും ഇടത് കൈ കൊണ്ട് ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് ഒടിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും. അപ്പോൾ രണ്ട് കാല് കഴുകുമ്പോഴും ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്യുക? എന്നിട്ട് കാലിൻ്റെ വിരലുകൾക്കിടയിൽ ഇടത്തെ കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് ഒന്ന് എന്ത് ചെയ്യുക? ഇങ്ങനെ ഇടതുറത്ത് കൊടുക്കുക. അതൊക്കെ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ ദൽഖുൽ അല, നമ്മുടെ കൈ കൊണ്ട് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ ഒന്ന് ഓടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, ദൽക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട സുന്നത്താണ്, അത് പരിഗണിക്കേണ്ട സുന്നത്തുമാണ്. കാല് കഴുകുമ്പോഴാണെങ്കിലും ഞെരിയാണിയുടെ ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗം വരെയാണ് നിർബന്ധമുള്ളൂ, അതുൾപ്പെടെയാണെങ്കിൽ പോലും അവിടെ കയറ്റാൻ മുട്ടുവരെ അതിൻ്റെ കയറ്റി കഴുകുന്ന ഭാഗമാണ്. എത്രയേറെ കയറ്റുന്നു അത്രയും ബഹുമാനമാണ്, അത്രയും ആദരവാണ്, അത്രയും പൂർണ്ണ കൂലിയാണ്. ആറാമത് ഉളു കഴിഞ്ഞതിന് ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂൽ. അറിയാലോ ഉളുവിന് ശേഷമുള്ള ദുആ, അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീൻ ദുആ നമുക്കറിയാലോ, ആ ദുആ നമ്മൾ പരിഗണിച്ചു കൊടുക്കണം. അതേപോലെ ഏഴാമത്തെ ഒരു സുന്നത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, സൂറത്തുൽ ഖദർ 3 വട്ടം പാരായണം ചെയ്യണം. അത് ഉളൂവിൻ്റെ പ്രധാനപ്പെട്ട സുന്നത്താണ്, ഉളൂവിൻ്റെ പൂർണ്ണ കൂലി കിട്ടുന്നൊരു സുന്നത്താണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, സൂറത്തുൽ ഖദർ 1 വട്ടം പാരായണം ചെയ്താൽ 50 കൊല്ലത്തെ ഇബാദത്തിൻ്റെ കൂലി കിട്ടും. 2 വട്ടം പാരായണം ചെയ്താൽ അമ്പിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ പോകാം, ആരുടെയെങ്കിലും കൂടെയല്ല. 3 വട്ടം ഓതിയാൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും. വലിയ ഭാഗ്യമാണ് കിട്ടാൻ പോകുന്നത്. ആ സൗഭാഗ്യം നഷ്ടപ്പെടുത്തരുത്. എന്താ ചെയ്യേണ്ടത്? സൂറത്തുൽ ഖദർ അത് ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് തന്നെ ഓതലാണ് ഏറ്റവും നല്ല. ഉളു എടുത്തിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്നിട്ട് തന്നെ റാഹത്തായിട്ട് ഓതുക. ദുആ ചെയ്യുന്നതും അങ്ങനെ തന്നെ. അവിടെ നിന്ന് ഓതിയിട്ട് നമ്മൾ അടുത്ത ശുഗലിലേക്ക് പോവുക, അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവുക. അതാണ് അതിൻ്റെ കൃത്യമായ സുന്നത്ത്. അതൊന്ന് പരിഗണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഉളുവിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞാൽ ദിവസങ്ങളോളം സംസാരിക്കേണ്ടി വരും, മണിക്കൂറുകൾ വേണ്ടി വരും. അത്ര വലിയ ബഹറാണ് ഉളുവുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ. ഞാൻ ഓടിച്ചു പറഞ്ഞു പോയതാണ്, പ്രധാനപ്പെട്ട മാത്രം സെലക്റ്റഡായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, 2 സൂറത്ത്, അതായത് വാങ്ക് നമ്മൾ കൊടുത്തു, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇഖാമത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് മുമ്പ് ആ നൃത്തത്തിൽ, ഇനി ഇഖാമത്ത് കൊടുത്താൽ നിസ്കരിക്കുകയാണ്, ആ നൃത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? 2 സൂറത്ത് പാരായണം ചെയ്യുക. സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, അത് ഓരോ വട്ടം പാരായണം ചെയ്താൽ മതി. അത് പാരായണം ചെയ്തതിന് ശേഷം ഒരു ദുആ, ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ദുആ ഉണ്ട്, ഇബ്ലീസ് അടുക്കാതിരിക്കാനുള്ള ദുആ. ആരാണോ നിസ്കരിക്കാൻ വരുന്നത് അവരെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഇബ്ലീസ് ഓടി വരും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ റിസ്ക് എടുത്ത് വണ്ടി വിളിച്ചിട്ടാണെങ്കിൽ ഇബ്ലീസ് വരും നമ്മുടെ ചിന്ത മാറ്റാൻ വേണ്ടി. കാരണം ചിന്ത എത്ര അള്ളാഹുവിൻ്റെ ചിന്ത എത്രയുണ്ടോ അത്രയും മാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിന്ത മാറ്റാൻ വേണ്ടിയിട്ട് ഓടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ചാൻസ് ഇല്ല, അഡ്മിഷൻ ഇല്ല, തിരിച്ചു പോകേണ്ടി വരും. എന്ത് ചെയ്താൽ? ഈ 2 സൂറത്തും ഈ പറയുന്ന ദുആ കൂടെ ചേർത്തിയാൽ. ആ ദുആ ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ, ശൈത്താനിൻ്റെ മുഴുവൻ വിളയാട്ടത്തെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ. ഉണ്ടോ? വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ, അല്ലാഹുവേ നിന്നോട് എൻ്റെ മുന്നിൽ, എൻ്റെ നിസ്കാരത്തിൽ എൻ്റെ അടുത്ത് പിശാച് ഇബ്ലീസ് പ്രസൻ്റ് ആകുന്നതിനെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. എഫക്റ്റീവായ ദുആയാണ്. അതുകൂടെ പറഞ്ഞ് നിസ്കാരത്തിലേക്ക് കിടക്കുക. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പല ഉമ്മമാർക്കും സാധാരണ സംഭവിക്കുന്ന ഒരു പെശക് പറയാം, സഹോദരന്മാർക്ക് അധിക പേർക്ക് അങ്ങനെ സംഭവിക്കാറില്ല. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ സാധാരണ 2 കാലുകൾക്കിടയിൽ, പുരുഷന്മാരാണെങ്കിൽ ഒരു ചാൺ വിടവ് കൊടുക്കൽ സുന്നത്താണ്. ഒരു ചാൺ വിടവ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പുരുഷന്മാരുടെ കാലുകൾ തമ്മിൽ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിലും, റുക്കുഇലേക്ക് പോയിരിക്കുകയാണെങ്കിലും, അത്തഹിയാത്തിലാണെങ്കിലും, റുക്കുഇലാണെങ്കിലും, ഇരുത്തത്തിലാണെങ്കിലും, സുജൂദിൽ കിടക്കുകയാണെങ്കിലും കാലുകൾ തമ്മിൽ എത്ര ഡിഫറൻസ് വേണം? ഒരു ചാൺ അകലം വേണം. അത് സുന്നത്താണ്. എന്നാൽ ഇതേ ഒരു ശൈലിയിൽ തന്നെ സഹോദരിമാർ നിസ്കരിക്കുന്നുണ്ട്. അത് കറാഹത്താണെന്നാണ് ഫുഖഹാക്കൾ ചർച്ച ചെയ്തിട്ടുള്ളത്. സഹോദരിമാർ നിസ്കരിക്കുമ്പോൾ ഒരു ചാൺ അകലം 2 കാലുകൾക്ക് തമ്മിലുണ്ടെങ്കിൽ അത് നിസ്കാരവുമായി ബന്ധപ്പെട്ട കറാഹത്താണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട കറാഹത്ത് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിൻ്റെ മാർക്ക് കുറയും. നമ്മൾ 100 മാർക്ക് വേണ്ടി നിസ്കരിക്കുമ്പോൾ അത് 80 മാർക്ക് 70 മാർക്കൊക്കെ ആയി പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ വരാനേ പാടില്ല. കാമിലായി താമായ കൂലി കിട്ടണം. സഹോദരിമാരെന്ത് ചെയ്യണം?
രണ്ട് കാലുകൾ തമ്മിൽ ഒരു ചാൺ അകലം പാടില്ല, മാക്സിമം ചേർത്ത് വെക്കണം. ആ റുക്കോയിലും അങ്ങനെ തന്നെ ഇരിക്കണം കാലുകൾ. പിന്നെ സുജൂദിലും അങ്ങനെ തന്നെയാണ്, സുജൂദിയിരിക്കാൻ രണ്ട് കാലുകൾ ചേർത്ത് വെക്കണം. ഇരുത്തത്തിലും നൃത്തത്തിലും ഒക്കെ സഹോദരിമാർ ചേർക്കണം, സഹോദരിമാർ ഒരു ചാൺ അകലമുണ്ടായിരിക്കണം. അപ്പോൾ ഈ സുന്നത്തുകളൊക്കെ പ്രിയപ്പെട്ടവരെ ഒന്ന് പരിഗണിച്ചാൽ അൽഹംദുലില്ലാ, വാങ്ക് ഒന്ന് പരിഗണിച്ചു കൊടുത്തു. വുളൂയിലെ ഈ സുന്നത്തുകൾ സാധാരണ നഷ്ടപ്പെടുന്ന സുന്നത്തുകളാണ്, അതുകൂടെ ഒന്ന് പരിഗണിച്ചു കൊടുത്തു. അതോടൊപ്പം 2 സൂറത്ത് പാരായണം ചെയ്തു, ഒരു ദുആയും പാരായണം ചെയ്തു. അൽഹംദുലില്ലാ, അങ്ങനെ ഒരു നിസ്കാരം നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്ത് നോക്കി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പിന്നെ അതങ്ങനെ പതിവാക്കി കൊണ്ടുപോകുമ്പോൾ ഒരു 21 ദിവസം ഇത് കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ഫലം നമ്മൾ അറിഞ്ഞു തുടങ്ങും. അല്ലാഹുവേ പടച്ചോനെ, അതിൻ്റെ ദൗക്ക്, അതിൻ്റെ മാധുര്യം, അതിൻ്റെ ഹലാവത്ത്, നിസ്കാരത്തിൻ്റെ മധുരം, ടേസ്റ്റ് അത് അറിഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ നിസ്കരിക്കാനൊരു താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയുള്ള പണി നമ്മൾ നോക്കുകയുള്ളൂ. സമയമായാലും ഇനി നിസ്കരിക്കണമല്ലോ പടച്ചോനെ എന്നാ തോന്നുക. മറ്റതങ്ങനെയല്ല, സമയമായില്ലേ പടച്ചോനെ നിസ്കരിക്കാൻ എന്ന് തോന്നിപ്പോവും. ഒക്കെ മനസ്സിൻ്റെ വലിയൊരു താല്പര്യമാണ്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ, നമ്മുടെ എല്ലാ അമലുകളും നന്നാക്കി തരട്ടെ. എല്ലാ അമലും കൃത്യമായി നിർവഹിക്കാൻ, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ വെറുതെയല്ല നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാത്തത്. ഇത്തരം സുന്നത്തുകളൊക്കെ പോകുമല്ലേ, പിന്നെ ശ്രദ്ധ ഉണ്ടാകില്ല എന്നാണ് പണ്ഡിതന്മാർ, ഉലമാക്കൾ, മഹത്തുക്കൾ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ച് നിസ്കാരത്തിൽ അല്ലാഹ് എന്നുള്ള ശ്രദ്ധയിൽ മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, വിജയിപ്പിക്കട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.